ഹലോ. അപ്പോൾ ഞാനിതാ നാളെ സൗദി പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മൗലൂദും വിരുന്നും കാര്യങ്ങളൊക്കെ പാടെയാണ്. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്, വിരുന്നുകാരൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് വന്ന് ഒരുതായി അമ്മിമോക്ക് പുതിയ ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മിമോക്ക് ഓളൊന്നും ഇവിടെ നിൽക്കണ്ട, ഓളയും കൊണ്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചില്ല കേട്ടോ, കുറുമ്പായിരുന്നു. ഒന്നിനും സമ്മതിക്കണ്ടായില്ല, അമ്മാനെ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കണ്ടായില്ല. വാ അമ്മ പോവാന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മാനെ സമാധാനിച്ച് ഫുഡൊന്നും കഴിക്കാൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ പരിപാടി അതുകൊണ്ട് തന്നെ അകത്ത് തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പുറത്തത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അകത്ത് തന്നെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം യാമിമോൾ നല്ല കുറുമ്പായതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ഞങ്ങളെല്ലാവരും കാട്ടിൽ കണ്ടിട്ട് ആകെപ്പാട് ടെൻഷനായി പോയി. അപ്പോൾ ഇതാക്കണു അങ്ങനെ ഫുഡൊക്കെ ഒരു വീഡിയോ കഴിച്ചു. അങ്ങനെ ഇതാക്കണേ ഒരു വേഗം പോയിട്ടാൽ കാരണം ഈ അമ്മിമോൾ നല്ല കുറുമ്പാക്കി കുഞ്ഞു ഓളെയും കൊണ്ട് പുറത്ത് പോയതാണ്. തോട്ടക്കൊക്കെ പോയി വെള്ളത്തിലൊക്കെ നനച്ചിരുത്താൻ കാര്യം പറഞ്ഞത്. അപ്പോൾ ഓൾ വരുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഓൾ ഉമ്മാനെ കണ്ട അപ്പം കരയാണ്, ഇവരതൊക്കെ കണ്ട കരയാണ്, ഓൾക്ക് പിഴിഞ്ഞാലെ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾ വേഗം അധികം സംസാരിക്കാനും നിന്നില്ല. ഫുഡ് കഴിച്ചത് ഇവിടെ തന്നെ ഓടി പോയി. എല്ലാവരും പറയണ്ടായിരുന്നു, ഒന്നും സംസാരിക്കാൻ പോലും നിന്നില്ലാന്ന്. ഇപ്പം ഇതാക്കണ പോലെ പിന്നാലെ പോയിട്ട് അവിടെ നിന്ന് സംസാരിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓലെ കൂടെ പോയിട്ട് റിസൂട്ടി അവിടെ നിന്ന് എന്തൊക്കെയാണ് പറയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണോ ഓല് 2 വണ്ടിയിൽ നിന്ന് ആൾ വന്നിരുന്നത്. അത് തിരിച്ച് പോവാണ് അപ്പോൾ തന്നെ യാമിമോൾ വന്നു കേട്ടോ. യാമിമോൾ ഓക്ക് വന്നപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ആരും ഇവിടെ കാണാനില്ലല്ലോ, എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു കോലുമിഠായൊക്കെ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണം ഓൾ ഓക്കെയാണ് കേട്ടോ. അമ്മക്ക് ഈ വീഡിയോസും കൂടി എടുത്ത് അയച്ചെടുത്തപ്പോഴാണ് അമ്മക്ക് സമാധാനമായത്. അങ്ങനെ ഓല് വന്നിട്ട് ഓളെ ചിരി പോലും കണ്ടില്ല. വന്നേക്കന്നെ അമ്മയുടെ അകത്ത് കയറേണ്ട പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ ഇതാക്കണു ഞങ്ങളെ മൗലൂദാണ്. അങ്ങനെ മൗലൂദ് ഓതി ഉസ്താദ് പോയിട്ടോ. ഇനി അടുത്ത പരിപാടിൻ്റെ പെട്ടിക്കെട്ടൽ പരിപാടിയാണ്. കുറച്ച് സജീവമായിട്ട് പെട്ടിക്കെട്ടൽ പരിപാടിയിലാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണ്ട കുറച്ചൊക്കെ നുള്ളിപ്പൊറുക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. 40 kg ആയിരുന്നു. എനിക്ക് 30, ഓക്ക് 10 കേട്ടോ. ഞാൻ ഹാൻഡ് ലഗേജ് ഒന്നും എടുക്കണില്ല എന്ന് അതേ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മക്കളെല്ലാവരും ഉത്സാഹത്തിലാണ്. അപ്പോൾ അതിന് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓലൊക്കെ അത് പെറുക്കി ഓടണമൊക്കെ ഉണ്ട് കേട്ടോ. യാമിമോക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓളിതാക്കണം താഴെ പറഞ്ഞാൽ കൊച്ചവരെ എങ്ങനെയൊക്കെ ഡീൽ ചെയ്ത് വിടുന്നുണ്ട്. പെട്ടിക്കെട്ടൽ നല്ല രസമുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോസൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മുകളിലിൻ്റെ സാധനങ്ങൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൊടുക്കായിട്ട് ഇതൊക്കെ അരിഞ്ഞുകൊണ്ട് മറ്റുള്ളത് അവകാശം പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ടിട്ട് അത് എടുത്തുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് ഒതുക്കി എല്ലാവരും കിടക്കാൻ വേണ്ടി പോയി. ഞാൻ യാമിമോളൊന്ന് ഉറക്കി. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് എല്ലാം അടുക്കി പൊറുക്കി വെക്കാനും കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലഗേജിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗാണുള്ളത്. ഹാൻഡ് ബാഗ് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് പോകുമ്പോൾ സ്യൂറ്റബിൾ ഫസ്റ്റായിട്ട് ചെയ്യാനുള്ളത്. പാസ്പോർട്ടും ടിക്കറ്റും വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളതും അങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ടിക്കറ്റ് ഓരോന്നൊക്കെ ഉണ്ടാവും. ബുക്കിൽ എഴുതി വെച്ചതൊക്കെ ടിക്കറ്റ് എടുക്കുന്നു. പിന്നെ ഡയപ്പർ, പിന്നെ ബുക്കിലുള്ള കുറച്ച് സീറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഓളെ കുറച്ച് ടോയ്സ്, കുറച്ച് ബുക്സ്, പിന്നെ ഓളെ ഫേവറേറ്റ് മിഠായിസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കിടന്നപ്പോൾ ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്. 4 മണിക്ക് അലാറം വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. അടുത്ത വ്ലോഗിൽ ബാക്കി കാണാം കേട്ടോ. സി യു.